കൊട്ടാരക്കരയെ നടുക്കിയ കൊടും ക്രൂരതയിൽ പ്രതി ഇപ്പോഴും കാണാമറയത്ത് തന്നെ. തിരുവനന്തപുരം മംഗലപുരത്ത് രാത്രി വൈകി വീട്ടിൽ അതിക്രമിച്ചു കയറി വയോധികയെ വാക്കത്തി കാണിച്ച് പീഡിപ്പിച്ച പ്രതിക്കായി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. 65-കാരിയാണ് ക്രൂരമായി പീഡിപ്പിച്ചത്. മേഘ്ന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. തിരുവനന്തപുരം മംഗലപുരത്ത് ഇന്നലെ രാത്രിയോടെയാണ് ക്രൂരകൃത്യം നടന്നത്. 65 വയസ്സുകാരിയായ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയെ വെട്ടുകത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയ ശേഷം ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. വെട്ടുകത്തി കാട്ടി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മംഗലപുരം പോലീസിന് വയോധിക നൽകിയിട്ടുള്ള മൊഴി. അതിൽ ആദ്യഘട്ടത്തിൽ കള്ളനെന്ന് വിചാരിച്ച് ചോദ്യം ചെയ്തു. ആ സമയത്താണ് വെട്ടുകത്തി കാണിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതെന്നും വയോധിക ആവർത്തിക്കുന്നുണ്ട്. അതിന് പിന്നാലെ മംഗലപുരം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായാണ് മംഗലപുരം പോലീസ് പറയുന്നത്. സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുകയും ചെയ്തത്. ഇത് ഏതെങ്കിലും തരത്തിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണോ എന്നുള്ള കാര്യം കൂടിയാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും വയോധികയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദ്രുതഗതിയിലുള്ള അതിവേഗ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് മംഗലപുരം പോലീസ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.